എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം നിങ്ങളും പോന്നോളൂ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മലയോര പട്ടണമായ കട്ടപ്പനയിലേക്ക്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും സുഗന്ധവ്യഞ്ജനങ്ങളും തോട്ടങ്ങളും കോടമഞ്ഞും ഒക്കെ നിറഞ്ഞ കട്ടപ്പനയിലേക്കുള്ള യാത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇടുക്കിയിലെ ഏറ്റവും നല്ല പട്ടണങ്ങളിൽ ഒന്ന് തന്നെയാണ് കട്ടപ്പന കേട്ടോ. തിരുവിതാംകൂറിൽ നിന്നൊക്കെ കുടിയേറി പാർത്തവരെന്ന വിശേഷണവും ഈ ഒരു കട്ടപ്പനയ്ക്കുണ്ട്. ഇവിടുത്തെ ഏലവും കാപ്പിയും ഒക്കെ ചേരുന്ന ഒരു രസം, ഒരു പ്രത്യേകതയായി ഈ ഒരു നാടിനെ. നമ്മൾ ആലോചിക്കും ഈ ഒരു ഏലം ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയാണ് കൃഷി ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ടല്ലേ. ആ പോകുന്ന വഴികളൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാമോ. മലകളും അതുപോലെ തന്നെ പൈനാപ്പിൾ തോട്ടങ്ങളും ആ ഒരു റോഡ് തന്നെ കാണാനൊരു പ്രത്യേകത കേട്ടോ. നമുക്ക് ചില സമയങ്ങളിൽ ഒരു പേടി തോന്നും, എങ്കിലും അടിപൊളിയാ, നല്ല നല്ല റോഡുകളാട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ആ ഒരു യാത്രയിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ളത്. ഇടയ്ക്ക് നമ്മളെങ്ങനെ ചെല്ലുമ്പോൾ മലകൾ കാണാം, അവിടുന്ന് വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്ത്. അതുപോലെ തന്നെ കുറേയേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ കട്ടപ്പനയ്ക്കടുത്ത് തന്നെ കേട്ടോ. അതിനകത്ത് തേക്കടി, മൂന്നാറ്, കല്യാണത്തണ്ട്, അഞ്ചുരുളി, ഇങ്ങനെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു സെൻ്ററാണ് കട്ടപ്പന. അതുപോലെ തന്നെ കാൽവറി മൗണ്ട്, അതുപോലെ രാമക്കൽ മേട്, തൂവൽ വെള്ളച്ചാട്ടം, ഇതെല്ലാം കട്ടപ്പനയ്ക്കടുത്തായിട്ടുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ, നമുക്ക് ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രകൃതി സൗന്ദര്യമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 900 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയ്ക്ക് ശേഷം ഇടുക്കി ജില്ലയിൽ നഗരസഭാ പദവി ലഭിച്ച രണ്ടാമത്തെ പട്ടണമാണ് കട്ടപ്പന. നമ്മളിങ്ങനെ കട്ടപ്പന കുമളി റോഡിലൊക്കെ പോകുന്ന വഴിക്ക് തന്നെയാണ് കുട്ടിക്കാനം. അവിടുത്തെ ആ ഒരു വെള്ളച്ചാട്ടം, റോഡരികിൽ തന്നെ കാണുന്ന ഒരു വെള്ളച്ചാട്ടം, വളരെ എന്താ പറയുന്നത്, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. കോടമഞ്ഞും പച്ചപ്പും ഒക്കെ നിറഞ്ഞ ചുറ്റുപാടും. അത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോഴേ എന്ത് തണുത്ത കാറ്റാണ് നമ്മളിലേക്ക് അടിക്കുന്നതെന്ന് അറിയാമോ. പ്രധാനമായും ഈ ഒരു മഴക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ ഏകദേശം ഒരു ജൂലൈ മാസത്തിലാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഇവിടെ നമ്മൾ കാണാൻ പറ്റി. ശരിക്കും ഈ ഒരു റോഡരികിൽ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ അതിമനോഹരമാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വന്ന് ഈ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കുകയും അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയും ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് നിന്ന് ആ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറച്ചുകൂടെ യാത്ര ചെയ്ത് മുൻപിലേക്ക് വരുന്ന വഴിയാണ് മരിയൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 1995 സ്ഥാപിതമായ ഈ കോളേജ് കത്തോലിക്ക രൂപതയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ റോഡരികിൽ ആ ഒരു കോളേജ് കാണാൻ അതിമനോഹരം തന്നെ കേട്ടോ. നമുക്കറിയാം, രാവിലെ നമ്മളൊരു തേയില വെള്ളമോ അല്ലെങ്കിൽ ചായയോ ഒക്കെ തയ്യാറാക്കി കുടിക്കുമ്പോൾ എന്തൊരു എനർജി അല്ലേ. ആ സെയിം എനർജി കേട്ടോ ഈ ഒരു റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. രണ്ട് വശങ്ങളിലും തേയിലത്തോട്ടങ്ങൾ, എന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്നറിയാമോ. ശരിക്കും പറഞ്ഞാൽ ആ തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില ഇങ്ങനെ നുള്ളി എടുക്കുന്നത് കാണാൻ അതിമനോഹരമാട്ടോ. അങ്ങനെ ആ ഒരു യാത്രയിലാണ് ഞങ്ങൾ. ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. ഒരുപാട് താങ്ക്സ്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന്. അവരുടെ വീട് കട്ടപ്പനയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് അവിടേക്കൊന്ന് പോകണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വഴിയിലേക്ക് ഞങ്ങൾ പോയത്. അതൊരിക്കലും ഒരു നഷ്ടമായില്ല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഈ ഒരു മാസം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല കോടമഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും നമുക്ക് എന്താ പറയുക, മടി കൂടാതെ നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, തേയിലത്തോട്ടം, ആ തേയില നുള്ളുന്നതും ഒക്കെ കണ്ടുള്ള ഒരു യാത്ര ഭയങ്കര രസകരമായിരുന്നേ.
അങ്ങനെ ഞങ്ങൾ അവസാനം അവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും പ്രകൃതി ഭംഗിയും കോടമഞ്ഞും ഒക്കെ കടന്ന് എത്തിയതും അതുപോലൊരു സ്ഥലത്തേക്ക് തന്നെയാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരു വീട്ടിലേക്കാണ്. കാരണം ചുറ്റും ഏലം, കുരുമുളക് എല്ലാം കൃഷിയാണ്. എത്തിയതും മാങ്ങ അന്നേരം ഞങ്ങൾക്ക് കൊണ്ടുതന്നു. വീട്ടിലെ മാങ്ങ തന്നെയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങയായിരുന്നു. നല്ല മധുരവും ഒക്കെ ചേർന്ന് അടിപൊളി മാങ്ങയായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ ഒരു സ്ഥലം ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങിയതാണേ. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കഴിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞ് ഒരാളവിടെ ഇരുന്ന് കളിക്കുന്ന കണ്ടോ, അതാണ് അവരുടെ കുഞ്ഞു ലോകം. ഈ ഒരു ഞങ്ങൾ നടന്നു പോകുന്ന വഴി കണ്ടോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്ത് മനോഹരമാണെന്ന്. ഇനി ഞാൻ ഏലക്കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഏലമൊക്കെ കൃഷി ചെയ്യുന്നതും ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തരാം. ഏലമൊക്കെ കാണാൻ പോകുന്ന വഴിക്ക് ഈ ഒരു ചാമ്പയ്ക്ക കണ്ടിട്ട്, ചാമ്പമരം നല്ല ചുവന്ന ചാമ്പയ്ക്ക. പക്ഷേ എനിക്കൊന്നു മധുരം സ്വല്പം കുറവായതുപോലെ തോന്നുന്നു. കാരണം വെള്ളം ചെന്നിട്ടുള്ളത് കൊണ്ട്, മഴയൊക്കെ പെയ്ത സീസണല്ലേ, അതുകൊണ്ട് തന്നെ വെള്ളം ചെന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വല്പം മധുരക്കുറവ് പോലെ തോന്നി. എങ്കിലും ഈ പറഞ്ഞ പോലെ ചാമ്പയ്ക്കൊക്കെ ഇപ്പം കിട്ടാക്കനിയാണ്. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഉപയോഗിച്ചോണ്ടിരുന്നത് ഇത് വിളഞ്ഞതാണ്. ഇത് വിളഞ്ഞത് കഴിഞ്ഞ ദിവസം എടുത്തത് മിനിഞ്ഞാന്ന് പറിച്ചതാണ്. അത് അവർ കാണാതെ നിൽക്കുന്നതാണ്. ഇത് കാണുമ്പോൾ ഇത് എടുക്കുന്നതാണ്. ഇപ്പം ഈ പിഞ്ച് കായ് ഇച്ചിരി മൂത്തായത്, അതിൻ്റെ കളറ്, പിന്നെ ഈ പൂവ് ഇച്ചിരി അങ്ങോട്ട് ഉണങ്ങും. ഈ മണ്ടക്കത്തെ ഈ പൂവ് അങ്ങോട്ട് ഉണങ്ങി. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു നോട്ടം കിട്ടും. അന്നേരം എടുക്കുന്നത്. അങ്ങനെ ഈ ഇടയിലൊക്കെ ഉള്ളത് നോക്കി ഇങ്ങനെ ഓരോ വള്ളി അവർ കാണാതെ കിടക്കും. ചില വള്ളി കാണാതെ കിടക്കും. അപ്പൊ എന്നിട്ട് ഇത് ഇതിനെ ഉണക്കും വന്നിട്ട് അതിന് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, സ്റ്റോർ. ഉണങ്ങിയ കളറിഞ്ഞ് വരും ഇല്ലേ? മണമാണോ? നല്ല മണം. ഇഞ്ചി കൃഷിയില്ലേ? ഇഞ്ചിക്കൊക്കെ അപ്പം നിൽക്കുന്നത് ഇനി ശേല ഇടാൻ പോവാം. അതുകൊണ്ട് ഇതെടുത്ത് കഴിയുമ്പം ഇതിന്റെ ഏറ്റവും അടിയിലത്തെ പറിക്കും. അത് രണ്ടെണ്ണം പറിച്ച്, രണ്ടും പഴമാകുമ്പോൾ പെട്ടെന്ന് നടന്നു പോരെ. ആ പഴം ആണെങ്കിൽ പിന്നെ ഒരു രണ്ടെണ്ണം കൂടെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഒരു പഴം ഉണ്ടെങ്കിൽ പിന്നെ രണ്ടെണ്ണം കൂടെ എടുക്കാം. അങ്ങനെ എടുക്കുക. ഇതൊരു ജൈവവളം, പിണ്ണാക്കുകൾ. ഇപ്പൊ ഇതിനു വേണ്ടി മാത്രമുള്ള വളങ്ങളാണ് ഇവിടെ ഇട്ട് ഉണ്ടാക്കി വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന് നടുന്നത് എന്തുവാ? ഇതിന്റെ ഒരു തയ്യ, ഇതിന്റെ തയ്യ. ഇതിപ്പോ ഇതായില്ല, ഇങ്ങനെ ഒരെണ്ണം ഇത് ഇവിടെ വെച്ച് അങ്ങ് മുറിക്കും. കുറച്ച് വെച്ച് ഇതിങ്ങ് പൊക്കിയെടുക്കും. അതുകൊണ്ട് ഒരു കമ്പ് നടന്നിട്ട് കമ്പ് നാട്ടി അത് കെട്ടി മറിഞ്ഞു പോകാം. ഒരു മാസം കൊണ്ട് വേറെ ആയിട്ട് ഇതിന് ചോട്ട് വേറെ കിളിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഉണ്ട്. പിന്നെ നമ്മൾ നനച്ചു കൊടുക്കാൻ പണി ചെയ്യുന്ന അനുസരിച്ച് 360 ദിവസവും ഉണ്ടാകും. അല്ലെങ്കിൽ സീസണാണ്, ജൂൺ ജൂലൈയിലാണ്, മഴ സമയത്താണ് കായ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം നനച്ച് ഇപ്പൊ എല്ലാവരും പഴയ രീതി മെത്തേഡ് മാറിയോണ്ട് വെള്ളം ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാവരും മോട്ടോർ വെച്ച് സ്പ്രിംഗ്ലർ വെക്കും. ഏലമൊക്കെ നമ്മുടെ നാട്ടിലെങ്ങും കിട്ടാൻ പോലും ഇല്ലാത്ത കാര്യം അല്ലേ. അതിന് എത്ര വില കൊടുത്താൽ നമ്മളൊക്കെ മേടിക്കുന്നത്. അന്നേരം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ എന്ത് രസമാണെന്നറിയാം. എന്ത് നന്നായിട്ട് നമുക്കത് പറഞ്ഞു തന്നു. അതൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഏലത്തിനെ പറ്റിയൊക്കെ അറിഞ്ഞ് തിരിച്ച് ഞങ്ങളിങ്ങനെ വരുമ്പം സ്റ്റാർ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഗ്രാമ്പൂ എല്ലാം കണ്ടു കേട്ടോ. ശരിക്കും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലങ്ങൾ തന്നെയാണ്. ശരിക്കും ജോസിയുടെ പപ്പ നന്നായിട്ട് പറഞ്ഞു തരുന്നുമുണ്ട് അതിനെപ്പറ്റി, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുമുണ്ട്. അടി പടുതായിടും, ചിലർ ഒടിച്ച് അതിലോട്ട് അങ്ങ് ഇടും, ചിലർ തോണ്ടിക്കത് പറിക്കും. ഇത് ഗ്രാമ്പുവാണേ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് നല്ലൊരു ഉറുമ്പിൻ്റെ കൂട് കണ്ടു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയൂണൊക്കെ കഴിച്ചു. ഉച്ചയൂണ് കഴിച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഉച്ചയൂണൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. അവിടെ ജോസിയുടെ പപ്പ, അമ്മ, അനിയത്തി, കുഞ്ഞ് ഒക്കെയാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് പുതിയ പുതിയ വഴികളിലേക്ക് പോകണ്ടേ. ഇവിടുന്ന് കുറച്ച് അടുത്തായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അവിടേക്കൊക്കെ ഒന്ന് യാത്ര തിരിക്കാം. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇതിനടുത്ത് കുറച്ചേറെ സ്ഥലങ്ങളുണ്ട് കാണാനെന്നുള്ളത്. ഞങ്ങൾക്കല്ലാതെ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടേക്കുള്ള യാത്രയിലാണ്. തീർച്ചയായും കേരളത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങളും ആ വീഡിയോ കാണണം.
ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ ഒരു ചെറിയ കമൻറ്റ് ഇടാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.